ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ശക്തമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ ആഗോള സ്വീകാര്യത ഗണ്യമായി ഉയർന്നതായി പുതിയ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026 തുടക്കത്തിൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ആഗോള പഠനത്തിലാണ് ഈ ശ്രദ്ധേയമായ കണ്ടെത്തൽ. സർവേ പ്രകാരം ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ അനുകൂലമായ സമീപനമാണ് ചൈനയോട് പുലർത്തുന്നത്. 36 രാജ്യങ്ങളിലായി 42,151 മുതിർന്നവരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ 25 രാജ്യങ്ങളിലെ ജനങ്ങൾ ചൈനയെ അനുകൂലിച്ചപ്പോൾ വെറും 6 രാജ്യങ്ങളിലാണ് അമേരിക്കയ്ക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചത്. 2022 ഈ സർവേ ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ആഗോള ജനപ്രീതിയുടെ കാര്യത്തിൽ ചൈന അമേരിക്കയെ മറികടക്കുന്നത്. ലോകത്തിലെ പ്രധാന ശക്തി രാഷ്ട്രങ്ങളോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും വിശ്വാസവും ദീർഘകാലമായി വിലയിരുത്തി വരുന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനമാണ് പ്യൂ റിസർച്ച് സെന്റർ. ലോകകാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിന്റെ കാര്യത്തിലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് കൂടുതൽ പിന്തുണ ലഭിച്ചതായി സർവേ വ്യക്തമാക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയ 22 രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഷീ ജിൻപിങ്ങിനോടാണ് കൂടുതൽ വിശ്വാസം പ്രകടിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ കൂടുതൽ വിശ്വാസ്യത ഷീ ജിൻപിങ്ങിന് ലഭിച്ചതായാണ് സർവേയിലെ പ്രധാന കണ്ടെത്തൽ. പ്രത്യേകിച്ച് പാകിസ്ഥാനിലാണ് ഷീ ജിൻപിങ്ങിനോടുള്ള വിശ്വാസം ഏറ്റവും ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യ, പോളണ്ട്, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഇസ്രായേൽ എന്നീ 6 രാജ്യങ്ങളിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് ചൈനയേക്കാൾ കൂടുതൽ അനുകൂലമായ പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തിയത്. ഈ രാജ്യങ്ങളിലെ സുരക്ഷാ താൽപര്യങ്ങളും അമേരിക്കയുമായുള്ള പ്രതിരോധ സാമ്പത്തിക സഹകരണവും ഇതിന് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 75% ആളുകളും അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നുവെന്നാണ് അഭിപ്രായപ്പെട്ടത്. അതേസമയം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് 45% പേർ മാത്രമാണ്. ഈ കണ്ടെത്തൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള ആശങ്ക പല രാജ്യങ്ങളിലും ഉണ്ടെന്ന സൂചന നൽകുന്നതായി റിപ്പോർട്ട് വിലയിരുത്തുന്നു. പൗരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും മാനിക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും ചൈനയേക്കാൾ മുന്നിലാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ മേഖലയിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന വ്യക്തമായ മുൻതൂക്കം ഗണ്യമായി കുറഞ്ഞു വരുന്നതായും പഠനം ചൂണ്ടിക്കാട്ടുന്നു. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും ആഭ്യന്തര സംഭവ വികാസങ്ങളും ഈ മനോഭാവ വ്യതിയാനത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ അടുത്ത സഖ്യരാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്ന കാനഡയും മെക്സിക്കോയും ഉൾപ്പെടെ ചില രാജ്യങ്ങളിലെ ജനങ്ങളും ഇപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ അനുകൂലമായ സമീപനമാണ് ചൈനയോട് സ്വീകരിക്കുന്നത്. ഇത് ആഗോള ശക്തി സമവാക്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയായാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വികസ്വര രാജ്യങ്ങളിലും ഏഷ്യ പസഫിക് മേഖലയിലുമാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉയർന്ന ജനപ്രീതി ലഭിക്കുന്നത്. വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, വ്യാപാര നിക്ഷേപ സഹകരണം, സാങ്കേതിക രംഗത്തെ മുന്നേറ്റം, സാമ്പത്തിക പങ്കാളിത്തം എന്നിവയാണ് ഈ രാജ്യങ്ങളിൽ ചൈനയുടെ സ്വീകാര്യത വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. മറുവശത്ത് അമേരിക്കയുടെ വിദേശ നയത്തിലെ അസ്ഥിരത, വിവിധ മേഖലകളിലെ സൈനിക ഇടപെടലുകൾ, ആഗോള രാഷ്ട്രീയത്തിൽ ശക്തി പ്രയോഗത്തിന് നൽകുന്ന പ്രാധാന്യം എന്നിവ പല രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നതായും റിപ്പോർട്ട് പറയുന്നു. ഈ സാഹചര്യമാണ് ചില രാജ്യങ്ങളിൽ അമേരിക്കയോടുള്ള വിശ്വാസം കുറയുന്നതിനും ചൈനയ്ക്ക് അനുകൂലമായ സമീപനം ശക്തിപ്പെടുത്തുന്നതിനും കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തികമായി മധ്യവരുമാനമുള്ള രാജ്യങ്ങളിലാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഉയർന്ന വരുമാനമുള്ള സമ്പന്ന രാജ്യങ്ങളിൽ പൊതുവെ ചൈനയെ പ്രതികൂലമായാണ് കാണുന്നത്. എന്നാൽ ഈ പ്രവണതയിൽ ശ്രദ്ധേയമായ അപവാദമായി സിംഗപ്പൂർ നിലകൊള്ളുന്നു. ഉയർന്ന വരുമാനമുള്ള രാജ്യമാണെങ്കിലും അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ചൈനയെ അനുകൂലമായാണ് വിലയിരുത്തുന്നത്. ചൈനയുമായുള്ള ദീർഘകാല സാമ്പത്തിക ബന്ധം, വ്യാപാര സഹകരണം, സാംസ്കാരിക അടുപ്പം എന്നിവ സിംഗപ്പൂരിലെ ഈ സമീപനത്തിന് പ്രധാന കാരണങ്ങളായി നിരീക്ഷിക്കപ്പെടുന്നു. ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക ശക്തി സമവാക്യങ്ങളും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത ഭാവിയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നയതന്ത്ര സമീപനങ്ങളെയും ഗണ്യമായി സ്വാധീനിക്കാനിടയുണ്ടെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ സർവേ നൽകുന്ന പ്രധാന സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.